പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ സാധ്യത എന്ന് പറയുന്ന പാഠഭാഗത്തിലെ അടുത്ത ഒരു മെത്തേഡ്, അടുത്ത ഒരു രീതി നമ്മൾ ചെയ്യാനായിട്ട് പോവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സാധ്യതയുടെ ജോമെട്രിക്കൽ, അതായത് ജ്യാമിതീയ രൂപത്തിലുള്ള സാധ്യത കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സാധാരണ രീതിയിൽ എങ്ങനെ നമുക്ക് സാധ്യത കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും എന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലാസ് പ്രയോജനപ്പെടുന്നുണ്ടെന്ന് അറിയുന്നതിൽ സന്തോഷം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും നിങ്ങൾ മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ പുസ്തകത്തിലുള്ള ചോദ്യങ്ങൾ ഓരോന്ന് വിധവും, അതുപോലെ തന്നെ മുൻ വർഷങ്ങളിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും നമുക്ക് ചെയ്യാം. നമ്മൾ സാധ്യത ചെയ്യുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തത് ജ്യാമിതീയ ബന്ധങ്ങൾ ഉപയോഗിച്ചുള്ള സാധ്യത എങ്ങനെ ചെയ്യാനായിട്ട്, പ്രോബബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കും. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് സാധാരണ രീതിയിലുള്ള ചോദ്യങ്ങൾ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു എക്സ്പെരിമെന്റ്, ഒരു ട്രയൽ നമ്മൾ നടത്തുന്നു. ഒരു നാണയം നമ്മൾ ടോസ് ചെയ്യുന്നു. ആ നാണയം ടോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ഉത്തരങ്ങൾ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്? നമുക്കറിയാം, ഹെഡും ടെയിലുമാണ് നമുക്ക് കിട്ടുന്നത്. അതായത് 2 ഉത്തരങ്ങൾ നമുക്ക് കിട്ടും. അപ്പൊ ആ 2 ഉത്തരങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് ടോട്ടൽ ഔട്ട്കംസ്, അല്ലെ? ആകെ ഫലങ്ങളുടെ എണ്ണം. ഇനി അതിൽ നിന്ന് പറയുകയാണ്, ഹെഡ് വീഴണം, അല്ലെങ്കിൽ ഹെഡാണ് എനിക്ക് വീഴേണ്ടത് എന്ന് പറഞ്ഞാൽ ആ ഹെഡ് എന്ന് പറയുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് ഫേവറബിൾ ഔട്ട്കം. മറ്റൊരു എക്സാമ്പിൾ പറയാം. ഒരു ഡൈ നമ്മൾ റോൾ ചെയ്യുന്നു. ഏണിയും പാമ്പും കളിക്കുന്ന ഒരു കട്ട നമ്മൾ റോൾ ചെയ്യുന്നു. അപ്പോൾ എക്സ്പെരിമെന്റ് പറഞ്ഞാൽ ഉടൻ തന്നെ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ ഔട്ട്കമാണ്. ആകെ എത്ര ഫലങ്ങൾ അതിൽ നിന്ന് ഉണ്ടാകും. അപ്പോൾ ഈ ഡൈസിൽ നിന്നുണ്ടാകുന്നത് 6 അക്കങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. 1 മുതൽ 6 വരെയുള്ള അക്കങ്ങൾ. ഇനി ഞാൻ പറയുന്നു, അതിനകത്ത് എനിക്ക് ഈവൻ നമ്പർ വരണം. അതായത് ഇരട്ട സംഖ്യകൾ വീഴാനുള്ള സാധ്യതയാണ് വരേണ്ടത്. അപ്പോൾ ഇരട്ട സംഖ്യ എന്നുള്ളതാണ് അവിടുത്തെ ഫേവറബിൾ ഔട്ട്കം ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. അനുകൂല ഫലം ഇരട്ട സംഖ്യയാണ്. അപ്പോൾ ഡൈസിനകത്ത് 3 ഇരട്ട സംഖ്യയുണ്ട്, 2, 4, 6. അപ്പോൾ അതാണ് അവിടുത്തെ അനുകൂല ഫലം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ അറിഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന നമ്മുടെ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് പ്രോബബിലിറ്റി അഥവാ സാധ്യത കണ്ടുപിടിക്കാം. എങ്ങനെ? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്, അഥവാ സാധ്യത സമം അനുകൂല ഫലങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ആകെ ഫലങ്ങളുടെ എണ്ണം. അപ്പൊ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്കിനി ഓരോ പ്രോബ്ലങ്ങൾ ചെയ്ത് നോക്കാം. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. When a die is rolled, find the probability that getting an even number. ഒരു ഡൈ ഉരുട്ടിയാൽ ഒരു ഇരട്ട സംഖ്യ കിട്ടാനുള്ള സാധ്യത എത്ര? ഓക്കെ, നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഉള്ളൊരു ചോദ്യമാണ്. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് ആകെ ഫലങ്ങളും അനുകൂല ഫലങ്ങളും, അതായത് ടോട്ടൽ ഔട്ട്കമും ഫേവറബിൾ ഔട്ട്കം, ഈ 2 അളവുകളാണ് നമുക്ക് സാധ്യത കണ്ടുപിടിക്കാനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ആകെ ഫലം, ഇവിടെ ഡൈ ആണ് ഉരുട്ടുന്നത്. ഇപ്പൊ ഡൈ റോൾ ചെയ്യുമ്പം ആകെ ഫലം എന്ന് പറയുന്നത് 6 ആണ്, അല്ലേ? ഒരു ഡൈസിൽ 6 സംഖ്യകളാണ് ഉള്ളത്. നമുക്ക് ഇനിയും വേണ്ട എന്താണ്? അനുകൂല ഫലങ്ങളാണ് നമുക്ക് വേണ്ട. അനുകൂല ഫലം എന്ന് പറയുന്നത് അതിലൊരു ഈവൻ നമ്പർ നമുക്ക് കിട്ടണം. ഏതാണ് ഈവൻ നമ്പർ എന്ന് പറയുന്നത്? ഡൈസിലെ ഈവൻ നമ്പർ ഏതൊക്കെയാണ് വരുന്നത്? 1, 2, അടുത്തത് 4, അടുത്തത് 6. അപ്പോൾ ഇത് 3 സംഖ്യകളാണ്. അപ്പോൾ ഇവിടെ ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് 3 ആണ്. അതുകൊണ്ട് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 3/6 is equal to 1/2 എന്ന് നമുക്ക് ഉത്തരം കിട്ടും, അല്ലെ? 3/6ന്റെ 3നെയും 6നെയും നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 എന്ന് വരും. 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 എന്ന് വരും. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. Second question. A box contains 3 white, 4 black, 2 green beads. A bead is drawn at random. Find the probability that it is green. ഒരു പാത്രത്തിൽ 3 വെളുത്തതും 4 കറുത്തതും 2 പച്ച നിറത്തിലുമുള്ള മുത്തുകളുണ്ട്. അതിൽ നിന്നും ഒരു മുത്തെടുത്താൽ
അത് പച്ചയാകാനുള്ള സാധ്യത എത്ര? അപ്പോൾ ഇവിടെയും നമുക്ക് വേണ്ടത് ടോട്ടൽ ഔട്ട്കമും ഫേവറബിൾ ഔട്ട്കമുമാണ് ഈ ചോദ്യത്തിലും നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുമ്പോൾ ഈ ചോദ്യത്തിനെ സംബന്ധിച്ച് ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് ആകെ എത്ര മുത്തുകളുണ്ട്. അപ്പം നിറം അവിടെ നമ്മൾ പരിഗണിക്കേണ്ട. അപ്പോൾ ആകെ മുത്തുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 വെളുത്ത മുത്തുകളുണ്ട്, പിന്നെ 4 കറുത്ത മുത്തുകളുണ്ട്, പ്ലസ് 2 പച്ച നിറത്തിലുള്ള മുത്തുകളുണ്ട്. അങ്ങനെ 4ഉം 3ഉം 7ഉം 2ഉം 9 മുത്തുകളുണ്ട്. അപ്പോൾ ഈ 9 എന്ന് പറയുന്നതാണ് ഈ ചോദ്യത്തിലെ ആകെ ഫലം. ഇനി അടുത്തത് ഫേവറബിൾ ഔട്ട്കം, FO അല്ലേ, അനുകൂല ഫലങ്ങളുടെ എണ്ണം. നമുക്ക് അനുകൂലമായിട്ട് കിട്ടുന്നത് ഗ്രീൻ ആണ് അല്ലേ, പച്ച നിറത്തിലുള്ള മുത്താണ് നമുക്ക് അനുകൂലമായിട്ട് വേണം അല്ലേ, പച്ച നിറത്തിലുള്ള മുത്ത് വേണം. അപ്പോൾ ഈ പച്ച നിറത്തിലുള്ള മുത്ത് ബോക്സിനകത്ത് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അനുകൂല ഫലം എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ സാധ്യത എന്ന് പറഞ്ഞാൽ 2/9 ആയിരിക്കും ഈ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അടുത്ത ചോദ്യം കാർഡാണ്, പ്ലേയിങ് കാർഡ്സ് ആണ്. ഓക്കെ, പ്ലേയിങ് കാർഡ്സിൻ്റെ ചോദ്യം നമ്മൾ ചെയ്യുന്നതിന് മുൻപ് പ്ലേയിങ് കാർഡ്സിനെ പറ്റി ജസ്റ്റ് ഒന്ന് വിശദീകരിക്കാം. എന്താണ് കളിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാർഡുകൾ, എത്ര കാർഡുണ്ട്? ഓക്കെ, നോക്കാം. ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആകെ നമ്മൾ കളിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കാർഡുകളാണ് 52 കാർഡുകളാണ് നമ്മൾ കളിക്കാനായിട്ട്, ചീട്ട് കളിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അത് 26 എണ്ണം റെഡും ബാക്കി 26 എണ്ണം ബ്ലാക്കുമായിരിക്കും. അപ്പോൾ റെഡ് നിറത്തിലും ബ്ലാക്ക് നിറത്തിലുമാണ് കാർഡുകൾ ഉള്ളത്. ഇനി ഇതിനകത്ത് 52 കാർഡിനെ നമ്മൾ 13 ഫാമിലി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 13 ഫാമിലികളുണ്ട്. ആ ഫാമിലിയുടെ പേര് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന് ജാക്കാണ്, രണ്ടാമത്തെ ആൾ കിങ് ആണ്, അടുത്തത് ക്യൂൻ, പിന്നെ എയ്സ്, നമ്മുടെ നാടൻ ഭാഷയിലേക്ക് ആസ് എന്നൊക്കെ പറയുന്ന എയ്സ് ആണ്, പിന്നെ 2 മുതൽ 10 വരെയുള്ള ചീട്ടുകൾ. ഇങ്ങനെ 13 ഫാമിലികളാണ് ഒരു കുത്ത് ചീട്ടിനകത്തുള്ളത്. അതിലെ എല്ലാ ഫാമിലിയിലും 4 പേര് വീതമുണ്ട്. അതായത് ജാക്ക് എടുത്താൽ 4 ജാക്കുണ്ട്, കിങ് എടുത്താൽ 4 ഉണ്ട്, എക്സെട്ര. അതായത് ക്യൂന്, എയ്സ് 2 മുതൽ 10 വരെയുള്ള ഓരോ ചീട്ടും എടുത്താൽ 4 ചീട്ടുകൾ വീതമുണ്ട്. അങ്ങനെ 4 × 13 52 ചീട്ട്. അപ്പോൾ ഇതാണ് ആ ഫാമിലിയുടെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത്. ഫാമിലിയിലാണ് ഫാമിലി. ഇനി അതിനകത്ത് ഫേസ് കാർഡ്. അത് ഈ ഫേസ് കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾ ചീട്ടുകൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഫേസ്, മുഖമുണ്ട്. ചില കാർഡുകൾ മുഖം ഉപയോഗിച്ച് മുഖം അതിൽ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ജാക്ക് അല്ലേ, ജാക്ക് എന്ന് പറയുന്നത് ഫേസ് കാർഡാണ്. അതുപോലെ കിങ്ങിനും കിങ്ങിൻ്റെ അതായത് രാജാവിൻ്റെ ചിത്രം വരച്ച കാർഡാണ്. അതുപോലെ ക്യൂനിൻ്റെ ചിത്രമുള്ള കാർഡ്. അപ്പോൾ മുഖമുള്ള അതായത് ഫേസ് പതിഞ്ഞിരിക്കുന്ന കാർഡുകളാണ് ഈ 3 പറയപ്പെട്ട ഫാമിലീസ്. അതായത് ഒരു ഫാമിലി 4 പേരുണ്ട്. അപ്പം ടോട്ടൽ ഫേസ് കാർഡ് എന്ന് പറയുന്നത് 4 4 8 4 12 ഫേസ് കാർഡുകളാണ് ഉള്ളത്. ഓക്കെ, ഇനി ഓരോ ഫാമിലിയിലും ഞാൻ പറഞ്ഞു 4 പേര് വീതമുണ്ട്. ആ 4 പേരുടെയും എല്ലാ ഫാമിലിയിലുമുള്ള ഫാമിലി മെമ്പേഴ്സിൻ്റെ പേര്, സ്യൂട്ടുകളുടെ പേര് ഒരേ പേരാണ്. അതായത് അവരുടെ പേരുകൾ ക്ലബ്ബ്, ഹാർട്ട്, സ്പെയ്ഡ്, ഡയമണ്ട്. ഇങ്ങനെ 4 മെമ്പേഴ്സാണ്, 4 പേരിലാണ് അറിയപ്പെടുന്നത്. അത് ഏത് ഫാമിലിയിൽ ചെന്നാലും ഈ പറയപ്പെട്ട 4 പേര് അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓരോ ചീട്ടുകളും 13 എണ്ണം വീതമുണ്ട്. അതായത് ക്ലബ്ബ് 13 എണ്ണം ഉണ്ട്, ഹാർട്ട് 13 എണ്ണം ഉണ്ട്, സ്പെയ്ഡ് 13 ഉണ്ട്, ഡയമണ്ട് 13 ഉണ്ട്. ഓക്കെ, ഈ ക്ലബ്ബ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ നാടൻ ഭാഷയിൽ ചീട്ട് കളിക്കുന്നവരുടെ അടുത്ത് പോയിരുന്നാൽ ക്ലബ്ബ് എന്ന് അവർ പറയില്ല, അവർ പറയുന്ന പേര് ക്ലാവർ. അപ്പോൾ ഈ ക്ലാവർ എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ ക്ലബ്ബ് എന്ന് പറയുന്നത്. ഓക്കെ, ഹാർട്ട് നമ്മൾ ഹാർട്ട് എന്ന് പറയില്ല, ചീട്ട് കളിക്കുന്നവർ ഹാർട്ട് ഡാൻ പറയത്തില്ല, അവർ പറയുന്നത് എന്താണ്, ആടതൻ എന്നാണ്, ആടതൻ. അപ്പോൾ ഈ ആടതൻ എന്ന് പറയുന്നതാണ് ശരിക്കും ഹാർട്ട് എന്ന് പറയുന്ന
ചീട്ട്. മറ്റേത് സ്പെയ്ഡ് അല്ലേ? ആ സ്പെയ്ഡ് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ പറയുന്നത് എന്താണ്? സ്പെയ്ഡ് എന്ന് പറയും, സ്പെയ്ഡ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ സ്പെയ്ഡ് അല്ല, സ്പെയ്ഡാണ്. നാലാമത്തെ ഡയമണ്ട്, അത് ഡയമണ്ട് തന്നെ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് 4 മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഏത് ഫാമിലി ചെന്നാലും ഈ 4 മെമ്പേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഓരോന്നും 13 വീതമുണ്ട്. ഇനി ഇത് ഫാമിലിയിലും തരംതിരിവുണ്ട്. ഓരോ ഫാമിലി 13 ഫാമിലിയിൽ ഓരോ ഫാമിലിയിലും 2 ചീട്ട് ബ്ലാക്കും 2 ചീട്ട് റെഡുമാണ്. അങ്ങനെ 26 റെഡും 26 ബ്ലാക്കും 52 ചീട്ടാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ചീട്ടിനെ പറ്റി നമ്മളൊന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതാണ് ചീട്ട് അല്ലെങ്കിൽ പ്ലേയിങ് കാർഡ്സിൻ്റെ ഒരു കാറ്റഗറി ഇങ്ങനെയാണ്. അപ്പോൾ ഇത് ഓർത്തിരുന്നിട്ട് വേണം നമ്മൾ ഇനിയുള്ള പ്രോബ്ലംസ് ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മുടെ പ്രോബ്ലത്തിലേക്ക് വരാം. A card is drawn from 52 cards. Find the probability that it is a king. ഒരു കുത്ത ചീട്ടിൽ നിന്നും ഒരു ചീട്ടെടുത്താൽ അത് ഒരു രാജാവാകാനുള്ള സാധ്യത എത്ര? അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ആകെ ഫലങ്ങൾ നമുക്ക് വേണം. ആകെ ഫലം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ആകെ ചീട്ടുകൾ 52. അപ്പോൾ ആകെ ഫലങ്ങൾ 52ആയി. ഇനി അനുകൂല ഫലം നമുക്ക് വേണം. അനുകൂലമായിട്ട് വേണ്ടത് എന്താണ്? കിങ് ആണ്, രാജാവാണ്. അപ്പോൾ നമ്മൾ മുമ്പേ കാറ്റഗറി നമ്മൾ എഴുതിയപ്പോൾ കണ്ടു, രാജാവ് അല്ലെങ്കിൽ കിങ് എന്ന് പറയുന്നത് ഒരു ഫാമിലിയാണ്. ആ കിങ് ഫാമിലിക്ക് അത് എത്ര പേരുണ്ട്? 4 പേരുണ്ട്. അപ്പോൾ രാജാവ് എന്ന് പറയുന്നത് എത്ര രാജാവുണ്ട്? 4 രാജാവുണ്ട്, 4 കിങ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ദാറ്റ് ഈസ് 4 ഡിവൈഡഡ് ബൈ 52 അല്ലേ? 4 ഡിവൈഡഡ് ബൈ 52 ഇങ്ങനെ എഴുതിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഇച്ചിരി സിംപ്ലിഫൈ ചെയ്യണം. മുകളിലും താഴെയുമായിട്ട് 4 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ആൻസർ 1 ഡിവൈഡഡ് ബൈ 13 എന്ന ഉത്തരം വരും. അപ്പോൾ ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്? 1/13 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ഒരു ചോദ്യം പരിശോധിക്കാം. എ ബോക്സ് കണ്ടെയ്ൻസ് 4 green and 6 red balls. Another box contains 1 more ball of each color. A ball is drawn at random. Find the probability that it is red. Which box has the highest probability? അതായത് ഒരു പാത്രത്തിൽ 4 പച്ച നിറത്തിലും 6 ചുവന്ന നിറത്തിലുമുള്ള പന്തുകളുണ്ട്. മറ്റൊരു പാത്രത്തിൽ 2 നിറത്തിലും ഉള്ളവ ഓരോന്ന് വീതം കൂടുതലുണ്ട്. 2 നിറത്തിലുള്ള ബോളുകൾ ഓരോന്ന് വീതം കൂടുതലുണ്ട്. അതിൽ നിന്നും ഒരു പന്തെടുത്താൽ അത് ചുവപ്പ് ആകാനുള്ള സാധ്യത എത്ര? സാധ്യത കൂടുതൽ ഏത് പാത്രത്തിലാണ്? ഇതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ 2 പാത്രമുണ്ട്. 2ൽ നിന്നും ഓരോന്നല്ല എടുക്കുന്നത്, ഓരോ പാത്രത്തിൽ നിന്ന് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ബോക്സ് നമുക്കൊന്ന് പരിഗണിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ബോക്സ് എന്ന ഹെഡിങ് കൊടുക്കാം. ഫസ്റ്റ് ബോക്സ്, ആദ്യത്തെ ബോക്സാണ് ഫസ്റ്റ് ബോക്സ്. ഓക്കെ, ഫസ്റ്റ് ബോക്സിനകത്തുള്ള കാര്യമാണ് നമ്മൾ അങ്ങോട്ട് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ബോക്സിനകത്ത് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് വേണ്ടത് ഇതാണ്. ആകെ ഫലങ്ങളും അനുകൂല ഫലങ്ങളുമാണ് നമുക്ക് വേണ്ടത്. ഫസ്റ്റ് ബോക്സ് നമുക്കൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ബോക്സ്. അപ്പോൾ ഫസ്റ്റ് ബോക്സ് ഞാൻ നോക്കട്ടെ. ഫസ്റ്റ് ബോക്സിനകത്ത് 4 ഗ്രീനും 6 റെഡും ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര ബോളുണ്ട്? 10 ബോളാണ് ആദ്യത്തെ ബോക്സിനകത്തുള്ള ടോട്ടൽ. ഇനി അതിൽ നിന്ന് നമുക്ക് എടുക്കേണ്ടത് എന്താണ്? റെഡ് ബോളാണ്. അപ്പോൾ റെഡ് നിറത്തിലുള്ളത് 6 എണ്ണം ഉണ്ട്. അപ്പോൾ ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് 6. അങ്ങനെയെങ്കിൽ പ്രോബബിലിറ്റി 6 ഡിവൈഡഡ് ബൈ 10 ആയിരിക്കും. ഈസ് ഈക്വൽ ടു നമുക്കിവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 വരും. അപ്പോൾ 10നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ആൻസർ 5. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് 3/5 ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, ഇത് അവിടെ നിൽക്കട്ടെ. നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കുക. അടുത്ത ബോക്സ് എടുക്കുന്നു, സെക്കൻഡ് ബോക്സ് അല്ലേ? സെക്കൻഡ് ബോക്സിലെ കാര്യം നമ്മൾ അങ്ങോട്ട് എഴുതാൻ പോകും. സെക്കൻഡ് ബോക്സിനകത്ത് എന്താണ് പ്രത്യേകത എന്ന് പറയുന്നത്? സെക്കൻഡ് ബോക്സിനകത്ത് ഈ 2 നിറത്തിലുമുള്ള പന്തുകൾ ഓരോന്ന് വീതം കൂടുതലുണ്ട് അല്ലേ?
2 നിറത്തിലുള്ള പന്തുകൾ ഓരോന്ന് വീതം കൂടുതലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊന്ന് പ്രസ്താവിച്ച് നോക്കാം. സെക്കൻഡ് ബോക്സിലെ കാര്യങ്ങൾ. സെക്കൻഡ് ബോക്സിനകത്ത് ആകെ എത്ര ബോളുണ്ട്? ഇവിടെ ഇപ്പോൾ ആകെയുള്ളത് 4 ഗ്രീനും 6 റെഡുമാണ്. അടുത്ത പാത്രത്തിൽ എന്ത് സംഭവിച്ചു? ഗ്രീൻ ഒരെണ്ണം കൂടി, റെഡും ഒരെണ്ണം കൂടി. ടോട്ടലി 2 ബോള് കൂടി. ഇപ്പോൾ ഇവിടെ 10 ഉള്ളായിരുന്നു, അതുകൊണ്ട് അടുത്ത പാത്രത്തിൽ വരുമ്പോൾ അത് 12 ബോളാകും. ഓക്കെ, അവിടെ നമുക്ക് റെഡാണ് വേണ്ടത്. റെഡ് ഒരെണ്ണം കൂടി. നേരത്തെ റെഡ് എന്ന് പറയുന്നത് 6 ആയിരുന്നു, അപ്പോൾ ഇവിടെ എത്ര വന്നു? 7 വന്നു. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 7/12. ഓക്കെ, ഇത് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇത് 7/12 7/12 തന്നെ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇത് കണ്ടുപിടിച്ചിട്ട് ഇതിനകത്ത് ഏത് ബോക്സിനകത്തു നിന്നാണ് റെഡ് വരാനായിട്ട് സാധ്യത കൂടുതൽ? 3/5 ആണോ അതോ 7/2 ആണോ? അപ്പോൾ അത് നമ്മൾ നോക്കേണ്ടത് ഈ 2 ഭിന്നസംഖ്യയിൽ 3/5 ആണോ 7/12 ആണോ വലുത് നോക്കുക. അപ്പോൾ ഭിന്നസംഖ്യ വലുതാണോ എന്നറിയാൻ എന്താ മാർഗം? അതിൻ്റെ ഡിനോമിനേറ്റർ നമ്മൾ ഒരുപോലെയാക്കണം. അപ്പോൾ അതിൻ്റെ ഡിനോമിനേറ്റർ ഒരുപോലെയാക്കാൻ 3/5ൻ്റെ 3നെ രണ്ടാമത്തെ ഭിന്നസംഖ്യയായ 7/12ൻ്റെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ 5നെയും 12 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് എത്ര വരും? 12 × 3 36 ഡിവൈഡഡ് ബൈ 60. 12 × 5 60 വരും. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഭിന്നസംഖ്യ നമ്മൾ ഛേദം ഒരുപോലെയാക്കാനായിട്ട് ചെയ്തത്. ആദ്യത്തെ ഭിന്നസംഖ്യ ഇങ്ങനെയാണ്. ഇനി അടുത്തത് നമ്മൾ ചെയ്യാനായിട്ട് പോവുകയാണ്. അടുത്തത് ചെയ്യുന്നു. അടുത്ത ഭിന്നസംഖ്യ 7/12. അപ്പോൾ 7/12ൻ്റെ 7നെ ആദ്യത്തെ ഭിന്നസംഖ്യയായ 3/5ൻ്റെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡിവൈഡഡ് ബൈ അതിൻ്റെ ഡിനോമിനേറ്ററായ 12നെ 12 ഗുണം ആദ്യത്തേതിൻ്റെ ഡിനോമിനേറ്ററായ 5 കൊണ്ട് മൾട്ടിപ്ലൈ, അതായത് മുകളിലും താഴെയും ഈ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഉത്തരം നമുക്ക് നോക്കാം. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് which is equal to 7 × 5 35 ഡിവൈഡഡ് ബൈ 12 × 5 60. അപ്പോൾ അത് 35/60 എന്നാണ് അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് വലുത്? 60ൽ 36 ആണോ വലുത്? 60ൽ 35 ആണോ വലുത്? 60ൽ 36. അത് ഏത് ബോക്സിനകത്തെ കാര്യമാണ്? ആദ്യത്തെ ബോക്സിനകത്തെ കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ സാധ്യത കൂടുതൽ ഫസ്റ്റ് ബോക്സ് അല്ലേ? പ്രോബബിലിറ്റി ഈസ് ഗ്രേറ്റർ ഇൻ വിച്ച് ബോക്സ്? ഫസ്റ്റ് ബോക്സ്. ആദ്യത്തെ ബോക്സിലാണ് പ്രോബബിലിറ്റി കൂടുതൽ എന്ന് നമുക്ക് ഫൈനൽ ആൻസർ എഴുതി വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉത്തരം പൂർണ്ണമാണ്. ഓക്കെ, ഈ ചോദ്യം ചെയ്ത രീതി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം വളരെ രസകരമായിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് 53 സൺഡേസ് കമ്മിങ് ഇൻ എ ലീപ്പ് ഇയർ. അതായത് ഒരു അതിവർഷത്തിൽ 53 ഞായറാഴ്ച വരാനുള്ള സാധ്യത എത്ര? ഈ ചോദ്യം പലപ്പോഴും കുട്ടികൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് നടത്തും. അതായത് ഇപ്പം സാധാരണ രീതിയിൽ ഒരു വർഷം എന്ന് പറയുന്നതിനകത്ത് 52 ഞായറാഴ്ചയേ ഉള്ളൂ. അപ്പം കുട്ടികൾ തെറ്റിദ്ധരിക്കും. അതിവർഷം വരുമ്പോൾ അഥവാ ലീപ്പ് ഇയർ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഫെബ്രുവരിക്ക് 29 ദിവസം വരുമ്പോൾ ആ വർഷങ്ങളിലൊക്കെ 53 ഞായറാഴ്ച ഉണ്ടെന്ന് കുട്ടികൾ തെറ്റിദ്ധരിക്കും. അത് ശരിയല്ല. അതിവർഷത്തിൽ 53 ഞായറാഴ്ച വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. വരാം എന്ന് മാത്രമേ ഉള്ളൂ. അതിനുള്ള പോസിബിലിറ്റി എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ലീപ്പ് ഇയറിൽ 53 ഞായറാഴ്ച മസ്റ്റായിട്ട് വരും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. വേണമെങ്കിൽ വരാം. ലീപ്പ് ഇയറിൽ 52 ഞായറാഴ്ചയുള്ള ലീപ്പ് ഇയറും ഉണ്ട്. അപ്പോൾ 53 ഞായറാഴ്ച വരാനുള്ള സാധ്യത എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ടോട്ടൽ ഔട്ട്കമും ഫേവറബിൾ ഔട്ട്കമും. പക്ഷേ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചില സൂത്രപ്പണികളിലൂടെ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് സാധാരണ വർഷത്തിന് അല്ലേ, സാധാരണ വർഷത്തിന് എത്ര ദിവസമാണുള്ളത്? 365. എന്നാൽ ലീപ്പ് ഇയറിൽ എന്ത് സംഭവിക്കും? ഒരു ദിവസം കൂടും എന്ന് പറഞ്ഞാൽ 366 ദിവസമാകും.
ഈ 366-നെ നമ്മൾ സാധാരണ ചെയ്യുന്നത് അതിനെ ഒരാഴ്ചയിലെ ദിവസങ്ങളുടെ എണ്ണം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. 360-നെ എന്ത് ചെയ്യും? ഒരാഴ്ചയിൽ എത്ര ദിവസമുണ്ട്? ഒരാഴ്ചയിൽ 7 ദിവസമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ 7 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. 7 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പോൾ 366 നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ 36-നകത്ത് 7 എന്ന് പറയുന്നത് 5 പ്രാവശ്യമുണ്ട്. അല്ലെങ്കിൽ 7 5 35 എന്ന ഉത്തരം നമുക്ക് കിട്ടും അല്ലേ? 7 5 35. അത് നമ്മൾ മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര വരും? 1 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഇത് മൈനസ് ചെയ്യുന്നു. മൈനസ് ചെയ്യുമ്പോൾ ഉത്തരം 1 എന്ന് വരും. അടുത്ത സ്ഥാനം നമ്മൾ ഇറക്കി എഴുതി 16 അല്ലേ? 16. ഈ 16-നകത്ത് 7 എത്ര പ്രാവശ്യമുണ്ട്? 2 തവണ മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ 14 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 14 വരും. അതിനെ വീണ്ടും നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പോൾ ഈ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് എത്രയാണ്? റിമൈൻഡർ വരുന്നത് നമുക്ക് 2 എന്ന് വരും. നമുക്ക് ഈ റിമൈൻഡറാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഈ റിമൈൻഡറാണ് ഞാൻ ഒന്ന് ഡാർക്കൻ ചെയ്യാം. നിറം ഒന്ന് മാറ്റി ഒന്ന് ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ ഈ 2 നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ അവലംബിച്ച രീതി മനസ്സിലാക്കുക. 366 എടുക്കാനുള്ള കാരണം ലീപ്പ് ഇയർ ആയതുകൊണ്ട്. ലീപ്പ് ഇയറിൽ എത്ര ദിവസമുണ്ട്? 366. ഒരാഴ്ചയിലെ ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് വന്നത് 2. ഇനി നമ്മൾ എഴുതുന്നത് ശ്രദ്ധിക്കുക. ആഴ്ചകളെ 2 ദിവസമുള്ള ആഴ്ചകളുടെ കോമ്പിനേഷനായിട്ട് നമ്മൾ എഴുതും. അതായത് ഇപ്പോൾ ഞാൻ എഴുതാൻ പോകുന്നത്, നമ്മൾ തുടങ്ങുന്നത് സൺഡേ അല്ലേ? സൺഡേ. ദെൻ അടുത്തത് എന്താണ്? മൺഡേ അല്ലേ? സൺഡേ മൺഡേ. ദെൻ അപ്പോൾ 2 ദിവസമായി. ഇനി അടുത്ത കോമ്പിനേഷൻ സൺഡേക്ക് ശേഷം പിന്നെ തുടങ്ങുന്നത് മൺഡേ ആണ്. ദെൻ മൺഡേ ട്യൂസ്ഡേ. അടുത്തത് ട്യൂസ്ഡേ വെനസ്ഡേ. ദെൻ അടുത്തത് വെനസ്ഡേ തേഴ്സ്ഡേ. ദെൻ അടുത്തത് തേഴ്സ്ഡേ ഫ്രൈഡേ അല്ലേ? ഫ്രൈഡേ. ഓക്കെ. അടുത്തതെന്ന് പറയുന്നത് ഫ്രൈഡേ സാറ്റർഡേ. ദെൻ അടുത്തതെന്ന് പറയുന്നത് സാറ്റർഡേ സൺഡേ അല്ലേ? സൺഡേ. അടുത്തതെന്ന് പറയുന്നത് സൺഡേ മൺഡേ. പക്ഷെ അത് ആദ്യമുണ്ട്. അപ്പോൾ ഇനിയും റെപ്പറ്റീഷനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വരെ മതി. ഓക്കെ, ഞാൻ എൻ്റെ കളറൊന്ന് മാറ്റുന്നു. ഇതാണ് നമ്മുടെ കോമ്പിനേഷനായിട്ട് നമ്മൾ എഴുതുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ 2 കോമ്പിനേഷൻ എഴുതിയത്? ഇവിടെ നമുക്ക് കിട്ടിയ റിമൈൻഡർ എന്ന് പറയുന്നത് 2 ആണ്. അതുകൊണ്ടാണ് നമ്മൾ ആഴ്ചയിലെ ദിവസങ്ങളെ 2 വീതമുള്ള ദിവസങ്ങളാക്കി എഴുതിയത്. ഇവിടെ 3 ആയിരുന്നെങ്കിൽ സൺഡേ മൺഡേ ട്യൂസ്ഡേ 3 വീതം നമുക്ക് എഴുതാം. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ നോക്കുക, ഇത് എത്ര കോമ്പിനേഷൻ ഉണ്ട്? 1 2 3 4 5 6 7. അപ്പോൾ ഇത് 7 കോമ്പിനേഷൻ ഉണ്ട്. അപ്പം നമ്മുടെ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് 7 ആണ്. ഇനി നമുക്ക് വേണ്ടത് ഞായറാഴ്ചയാണ്. അപ്പം ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ഇതൊരു ഞായറാഴ്ചയാണ്. ഓക്കെ, അതൊരു ഞായറാണ്. ഒരു ഞായറാഴ്ചയുള്ള കോമ്പിനേഷൻ കിട്ടി. ഇനി വേറെ ഞായറുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ എങ്ങുമില്ല, ഇവിടെയുണ്ട്. സാറ്റർഡേ സൺഡേ, അതും ഒരു ഞായറാഴ്ച. അപ്പം ഞായറാഴ്ച വന്നിരിക്കുന്ന എത്ര കോമ്പിനേഷനുണ്ട്? 2 കോമ്പിനേഷനുണ്ട്. അപ്പം നമ്മുടെ ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് 2 ആണ്. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 2/7 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, ഇത് ചെയ്ത രീതി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കോമ്പിനേഷൻ എഴുതിയത് ശ്രദ്ധിക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് 2 കോമ്പിനേഷനായിട്ട് എഴുതിയത്? ഇവിടെ റിമൈൻഡർ നമുക്ക് കിട്ടിയത് 2 ആയതുകൊണ്ടാണ് അങ്ങനെ എഴുതാനായിട്ട് സാധിച്ചത്. ഓക്കെ, മറ്റൊരു ചോദ്യം നമുക്ക് പരിശോധിക്കാം. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് 5 സൺഡേസ് കമ്മിങ് ഇൻ ഡിസംബർ. അതായത് ഡിസംബർ മാസത്തിൽ 5 ഞായറാഴ്ച വരാനുള്ള സാധ്യത എത്ര? ഓക്കെ, നമ്മൾ മുമ്പ് ചെയ്തപോലെ തന്നെയുള്ള ഒരു ചോദ്യമാണിതും. അപ്പോൾ നമുക്കറിയേണ്ടത് മാസമായാലും വർഷമായാലും എത്ര ദിവസം ഉണ്ട്, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ ഡിസംബർ മാസമാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഡിസംബർ മാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിസംബർ മാസത്തിന് ആകെ 31 ദിവസമുണ്ട് അല്ലേ? 31 ദിവസങ്ങളാണ് ഡിസംബർ മാസത്തിന് ഉള്ളത്. നമ്മൾ 31നെയാണ് ഡിവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. 31 ഈസ്
ഡിവൈഡഡ് ബൈ 7 അല്ലേ. 7 കൊണ്ടാണ് നമ്മൾ ഹരിക്കുന്നത്. 31നെ നമ്മൾ 7 കൊണ്ട് ഹരിക്കാനായിട്ട് പോവുക. 31 ഡിവൈഡഡ് ബൈ 7. നമുക്ക് മുമ്പത്തെ പോലെ ഒന്ന് ഹരിച്ചു നോക്കാം. 31-നകത്ത് 7 എന്ന് പറയുന്നത് 4 പ്രാവശ്യമുണ്ട്. അപ്പോൾ 7 4 28 നമുക്ക് ഉത്തരം കിട്ടും അല്ലേ. 7 4 28. അപ്പോൾ 31-ൽ നിന്ന് 28 നമുക്കൊന്ന് മൈനസ് ചെയ്യാം അല്ലേ. 31-ൽ നിന്ന് 28 മൈനസ് ചെയ്താൽ ഉത്തരം 3 വരും. അപ്പോൾ നമുക്ക് മുമ്പത്തെ പോലെ നോക്കിയാൽ ഇവിടെ റിമൈൻഡർ വന്നിരിക്കുന്നത് 3 ആണ്. നമുക്ക് റിമൈൻഡർ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ 3യുടെ കോമ്പിനേഷൻ 3 ഉള്ള ദിവസങ്ങൾ നമ്മൾ എഴുതാനായിട്ട് പോകുക. മുമ്പ് നമ്മൾ ഇതുപോലെ എഴുതാൻ ശ്രമിച്ചാൽ എന്തൊക്കെ വരും? സൺഡേ അല്ലേ, സൺഡേ. ദെൻ അടുത്തത് മൺഡേ, ദെൻ ട്യൂസ്ഡേ. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ. ഓക്കെ, 3 ദെൻ അടുത്ത കോമ്പിനേഷൻ എന്ന് പറയുന്നത് സൺഡേ. ഇനി സൺഡേ കഴിഞ്ഞിട്ട് മൺഡേ, മൺഡേ, ദെൻ ട്യൂസ്ഡേ, ദെൻ വെനസ്ഡേ. ഓക്കെ, രണ്ടാമത്തെ കോമ്പിനേഷൻ. ദെൻ അടുത്തത് ട്യൂസ്ഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, പിന്നെ തേഴ്സ്ഡേ. ഓക്കെ, അടുത്തത് വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ. ഓക്കെ, വീണ്ടും നമുക്ക് എഴുതാം. തേഴ്സ്ഡേ വരെ ആദ്യത്തെ കോമ്പിനേഷനേ വന്നിട്ടുള്ളൂ. ദെൻ ഫ്രൈഡേ, തേഴ്സ്ഡേ കഴിഞ്ഞ് ഫ്രൈഡേ, ദെൻ ഫ്രൈഡേ, സാറ്റർഡേ ആൻഡ് സൺഡേ. ഓക്കെ, ദെൻ അടുത്തതെന്ന് പറയുന്നത് സാറ്റർഡേ, ദെൻ സൺഡേ ആൻഡ് മൺഡേ. ദെൻ വീണ്ടും നമ്മൾ എഴുതാൻ ശ്രമിച്ചാൽ സൺഡേ. അത് ആദ്യത്തതിൻ്റെ റെപ്പിറ്റേഷനാണ്. അപ്പോൾ ഇവിടെ കൊണ്ട് നമ്മൾ തീർന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ആഴ്ചകളെ നമ്മൾ 3 എണ്ണമുള്ള കോമ്പിനേഷനായിട്ട് എഴുതിയിരിക്കുക. അപ്പോൾ ഇവിടെ എത്ര കോമ്പിനേഷൻ ഉണ്ട്? 1 2 3 4 5 6 7. അപ്പോൾ ഇവിടുത്തെയും ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് 7. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഞായറാഴ്ച വന്നിരിക്കുന്നത് ഏതൊക്കെ നോക്കാം. ഞായറാഴ്ച വന്നിരിക്കുന്നത് ഒന്നാമതൊരു ഞായറാഴ്ച കോമ്പിനേഷൻ ഉണ്ട് 1, അതൊരു ഞായറാഴ്ച. ഇനി ഞായർ വന്നിരിക്കുന്നത് ഇവിടെ ഒന്നുമില്ല, അതുകൊണ്ട് ഇവിടെയുണ്ട് 2, ഇവിടെ ഒരു ഞായറാഴ്ച ഉണ്ട്. അടുത്തത് സാറ്റർഡേ സൺഡേ, അവിടെയും ഉണ്ട് ഒരു ഞായറാഴ്ച. അപ്പോൾ 3 വീതമുള്ള കോമ്പിനേഷൻ എഴുതിയപ്പോൾ ആകെ 3 ഞായറാഴ്ചയുള്ള കോമ്പിനേഷൻ വന്നു. അപ്പോൾ 3 എന്ന് വരും. അപ്പോൾ ആൻസർ 3 ഡിവൈഡഡ് ബൈ 7 എന്ന് വരും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വളരെ രസകരമായിരിക്കുന്ന ചോദ്യം. 1 ഈസ് ആസ്ക്ഡ് ടു സേ എ 2-digit നമ്പർ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീയിങ് എ പെർഫെക്റ്റ് സ്ക്വയർ? അതായത് ഒരാൾ ഒരു 2 അക്ക സംഖ്യയിൽ നിന്ന് ഒരു സംഖ്യ എടുക്കുന്നു, അതൊരു പൂർണ്ണവർഗ സംഖ്യയാകാനുള്ള സാധ്യത എത്ര? ഇപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ? 1 ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പറാണ്, 4 ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പറാണ് അല്ലേ? 1 കഴിഞ്ഞ് 4, പിന്നെ 9, 16, 25, 36 എക്സെട്ര. ഇതാണ് പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ. പക്ഷേ എല്ലാം നമുക്ക് വേണ്ട. നമുക്ക് വേണ്ട എന്താണ്? 2-digit നമ്പർ ആയിരിക്കണം. അതായത് 2 അക്കങ്ങൾ വേണം എന്ന് പറഞ്ഞാൽ 10-ന് ശേഷമുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇത്രയുമാണ്. എന്താണ്? ആകെ ഫലങ്ങളും അനുകൂല ഫലങ്ങളും. അപ്പോൾ ആകെ എത്ര സംഖ്യയുണ്ട്? 10 മുതൽ 99 വരെ അല്ലേ? 2-digit നമ്പർ എന്നാണ് പറഞ്ഞേക്കുന്നത്. 2-digit നമ്പർ. അപ്പോൾ 2-digit നമ്പർ തുടങ്ങുന്നത് എവിടെ മുതലാണ്? 10 മുതൽ 99 വരെ. 10 മുതൽ 99 വരെ എത്ര സംഖ്യകളുണ്ട്? നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിൽ ഇത് പഠിക്കുന്ന അല്ലേ? 99-ൽ നിന്ന് 10 കുറച്ചിട്ട് അല്ലേ, പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ച് 1 കൂട്ടണം. ഇവിടെ പൊതുവ്യത്യാസം 1 ആണ്, പിന്നെ ഹരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ 99-ൽ നിന്ന് 10 കുറച്ചാൽ 89, അതിൻ്റെ കൂടെ 1 കൂട്ടിയാൽ 90. അപ്പോൾ ടോട്ടൽ അല്ലേ ആകെ ഫലങ്ങൾ എന്ന് പറയുന്നത് 90 സംഖ്യകളുണ്ട്. ഇരട്ട അല്ലെങ്കിൽ നമ്മൾ 2 അക്ക സംഖ്യ 2-digit നമ്പർ എന്ന് പറയുന്നത് 90 എണ്ണമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പറാണ് നമുക്ക് വേണ്ടത് അല്ലേ? അനുകൂല ഫലമായിട്ട് നമുക്ക് വേണ്ടത് ഒരു പൂർണ്ണവർഗ സംഖ്യയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പൂർണ്ണവർഗം. അപ്പോൾ നമുക്കിനി താഴോട്ടൊന്ന് എഴുതി നോക്കാം. ഏതൊക്കെയാണ് പൂർണ്ണവർഗ സംഖ്യ എന്നൊന്ന് എഴുതി നോക്കാം. 10-ന് ശേഷം വരുന്ന ആദ്യത്തെ പൂർണ്ണവർഗം 16,
16 കഴിഞ്ഞ് 25, 25 കഴിഞ്ഞ് 36, 36 കഴിഞ്ഞ് 49, 49 കഴിഞ്ഞിട്ട് 64 അല്ലേ, 7 49 8 64, അടുത്തത് 9 9 81. ഇത്രയേ ഉള്ളൂ അല്ലേ. ഇനി 10 ഗുണം 10 100 3 ഡിജിറ്റ് ആയി പോവും. അപ്പോൾ ഇത്രയുമേ ഉള്ളൂ. അപ്പോൾ എത്ര സംഖ്യ ഉണ്ട്? 1 2 3 4 5 6 സംഖ്യകളുണ്ട് അനുകൂലമായിട്ട്. അപ്പോൾ നമുക്ക് 6 എന്ന് വരും. അപ്പോൾ പ്രോബബിലിറ്റി 6 ഡിവൈഡഡ് ബൈ 90 എന്ന് ആൻസർ നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും മതി. ഇനി വേണമെങ്കിൽ നമുക്ക് 2 കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്ത് എന്താണ് 3/45 എന്ന് പറഞ്ഞാൽ പിന്നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തൊക്കെ നമുക്ക് എഴുതാം. ഓക്കെ, ഇത് മതി. ഇതിൻ്റെ ആൻസർ ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വീണ്ടും കാർഡിൻ്റെ പ്രോബ്ലം വന്നിരിക്കുന്നു. നോക്കാം. എ കാർഡ് ഈസ് ഡ്രോൺ ഫ്രം 52 കാർഡ്സ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ റെഡ്. ഒരു കുത്ത് ചീട്ടിൽ നിന്നും ഒരു ചീട്ടെടുത്താൽ അത് ചുവന്ന നിറമാകാനുള്ള സാധ്യത എത്ര? നമുക്ക് അനുകൂല ആകെ ഫലം എന്ന് പറയുന്നത് കാർഡാണ് 52. നമുക്കറിയാം അനുകൂലമായിട്ട് വേണ്ടത് എന്താണ്? റെഡാണ്. നമുക്കറിയാം ചീട്ടെന്ന് പറയുന്നത് റെഡും ബ്ലാക്കും അല്ലേ ഉള്ളൂ. അതിൽ റെഡും ബ്ലാക്കും തുല്യ എണ്ണമാണ്. അതായത് 52ൻ്റെ പകുതിയാണ് എന്ന് പറഞ്ഞാൽ എത്ര വീതമുണ്ട്? 26. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി പറയാമല്ലോ. എത്രയാണ് വരുന്നത്? 26 ഡിവൈഡഡ് ബൈ 52. വേണമെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യുമ്പം എത്ര വരും? 1 ഡിവൈഡഡ് ബൈ 2 എന്ന് ഉത്തരം കിട്ടും. കാരണം തുല്യ സാധ്യതയാണ് അല്ലേ. ചുവപ്പും ബ്ലാക്കിനും തുല്യ സാധ്യതയാണ്. കാരണം രണ്ടും 26 എണ്ണം വീതമുണ്ട്. അതുകൊണ്ട് അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/2 വരും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വീണ്ടും ചീട്ടിൻ്റെ പ്രോബ്ലമാണ് വീണ്ടും വന്നിരിക്കുന്നത്. അവിടെ നമ്മൾ വീണ്ടും നമുക്ക് വേണ്ടത് ആകെ ഫലം 52. അതിന് ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല. അനുകൂല ഫലം എന്താ നമുക്കിവിടെ അനുകൂലമായിട്ട് കിട്ടേണ്ടത്? ഒരു എയ്സ് ആണ് കിട്ടേണ്ടത്. എയ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആസ് അല്ലേ, ആസ് എന്നൊക്കെ നമ്മൾ പറയും. എയ്സ് ഒരു ഫാമിലിയാണ്. എത്ര എയ്സ് ഉണ്ട്? 4 എയ്സ് ആണ് ഉള്ളത്. ഓക്കെ, എയ്സ് ഒരു ഫാമിലി ആയതുകൊണ്ട് 4 എണ്ണം ഉണ്ട്. അതുകൊണ്ട് 4 ഡിവൈഡഡ് ബൈ 52 എന്ന് വരും. അത് വേണമെങ്കിൽ നമുക്ക് എഴുതാം 1 ഡിവൈഡഡ് ബൈ 13 എന്ന് വരും. എന്നാൽ എയ്സിന് പകരം സ്പെയ്ഡ് ആയിരുന്നെങ്കിലോ? സ്പെയ്ഡ് നമുക്കറിയാം 13 എണ്ണം ഉണ്ട്. അപ്പം അനുകൂല ഫലം 13 എന്ന് വന്നേനെ. അപ്പോൾ 13/52 എന്ന് ഉത്തരം വന്നേ. ഇവിടെ സ്പെയ്ഡ് അല്ല, എയ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 4 എയ്സുകളാണുള്ളത്. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 4/52 or 1/13 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്. എ നമ്പർ ഈസ് സെലക്റ്റഡ് ഫ്രം 1 to 30. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ പ്രൈം നമ്പർ. ഓക്കെ, ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. പക്ഷെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു വലിയ പ്രശ്നങ്ങൾ തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു പ്രശ്നം തോന്നിക്കേണ്ട കാര്യമില്ല. എ നമ്പർ ഈസ് സെലക്റ്റഡ് ഫ്രം 1 to 30. 1 മുതൽ 30 വരെയുള്ള സംഖ്യയിൽ നിന്നും ഒരു സംഖ്യ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം 1 മുതൽ 30 വരെ എത്ര സംഖ്യയുണ്ട്? 30 സംഖ്യയുണ്ട്. തർക്കമില്ലാത്ത കാര്യമാണ്. 30 സംഖ്യയുണ്ട്. ഇനി അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഒരു പ്രൈം നമ്പറിനെ എടുക്കുന്നു. അപ്പോൾ എന്താ ഈ പ്രൈം നമ്പർ എന്ന് പറയുന്നത്? നമ്മൾ അറിയുന്നു. അതറിയത്തില്ലെങ്കിൽ ഉത്തരം ചെയ്യാൻ പറ്റില്ല. 1 മുതൽ 30 വരെയുള്ള സ്ഥലത്ത് പ്രൈം 1 എന്ന് പറയുന്ന സംഖ്യ പ്രൈമും അല്ല കോമ്പോസിറ്റീവ് അല്ല, അഭാജ്യ സംഖ്യ അല്ല. 1 എന്ന് പറയുന്നത് അഭാജ്യമല്ല. അപ്പോൾ ആദ്യം തുടങ്ങുന്ന അഭാജ്യം 2 ആണ്. അപ്പോൾ എന്താണ് അഭാജ്യം അഥവാ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ 2 ഫാക്ടർ മാത്രമേ ഉള്ളൂ അതിന്. അതായത് ആ സംഖ്യയും 1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 എന്ന് പറയുന്നത് പ്രൈം എന്ന് പറഞ്ഞാൽ 2 എന്ന് പറയുന്നത് 1ൻ്റെയും 2ൻ്റെയും ടേബിൾ ചൊല്ലെങ്കിൽ മാത്രമേ ഉത്തരം 2 വരുള്ളൂ. അപ്പം ഏതൊക്കെയാണ് പ്രൈംസ്? 2 പ്രൈമാണ്, 3 പ്രൈമാണ്, 4 പ്രൈം അല്ല, 5 പ്രൈമാണ്, 7 പ്രൈമാണ്, 8 9 10 പ്രൈം അല്ല, 11 പ്രൈമാണ്, 12 പ്രൈം അല്ല, 13 പ്രൈമാണ്. 13 കഴിഞ്ഞാൽ പിന്നെ അടുത്തത് 14 15 ഇല്ല. കാരണം 14 2ൻ്റെ ടേബിളുണ്ട്, 15 3ൻ്റെ ടേബിളുണ്ട്, 16 4ൻ്റെ ടേബിളുണ്ട്, പിന്നുള്ളത് 17 പ്രൈമാണ്. അടുത്ത പ്രൈം എന്ന് പറയുന്നത് 19 ആണ് പ്രൈം. 20 21 ഇല്ല, 22 ഇല്ല, 23 പ്രൈമാണ്. ഇനി 24 25 26 27 28 ഒന്നും പ്രൈം അല്ല. പിന്നെയുള്ള പ്രൈം എന്ന് പറയുന്നത് 29. ഇത്രയുമാണ് 1 മുതൽ 30 വരെയുള്ള അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ്. അപ്പോൾ ഇത് എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 സംഖ്യകളുണ്ട്. അപ്പോൾ ആൻസർ 10 എന്ന് വരും. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 10 ഡിവൈഡഡ് ബൈ 30
ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 അല്ലേ. 2 0 കട്ട് ചെയ്ത് കളഞ്ഞാൽ നമ്മുടെ ഉത്തരമായി. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ആൻസർ എത്ര വരും? 1/3 എന്ന് പറയുന്നതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ ഈ ചോദ്യം ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനിയുള്ള ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ 2 ഔട്ട്കംസ് എടുക്കും, ഒരേ സമയം തന്നെ 2 എണ്ണം ഡ്രോ ചെയ്യുന്നു. അതാണ് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ 2 ഡൈസ് നമ്മൾ റോൾ ചെയ്യുന്നു. ഒരു ഡൈ റോൾ ചെയ്താൽ നമുക്ക് 6 ഉത്തരമേ വരത്തുള്ളൂ. 2 ഡൈ റോൾ ചെയ്താൽ ഏതൊക്കെ ഉത്തരം വരാം? ഒന്നാമത്തെ ഡൈയിൽ 1 വരാം അല്ലേ. അപ്പോൾ രണ്ടാമത്തെ ഡൈസിൽ വേണമെങ്കിൽ 1 വരാം, അല്ലെങ്കിൽ 2 വരാം, അങ്ങനെ 6 എണ്ണം വരാം. അപ്പോൾ എത്ര ജോഡികൾ കിട്ടും? 1 1 1 2 അല്ലേ. ആ ജോഡികൾ നമുക്കൊന്ന് എഴുതി വെക്കാം. ഓക്കെ, അപ്പം ഞാൻ ആ ജോഡികൾ എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്കൊന്ന് എഴുതി വെക്കാം. ഒന്നാമത്തെ ജോഡി എന്ന് പറയുന്നത് എത്രയാണ്? 1 1 എന്ന് പറയുന്ന ഒരു പെയറുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഡയൽ 1, രണ്ടാമത്തെ ഡയലും 1 തന്നെ. അല്ലെങ്കിലോ ഒന്നാമത്തെ ഡയൽ 1 തന്നെ, രണ്ടാമത്തെ ഡയൽ 2 വീഴാം. ഇനി അല്ലെങ്കിൽ ഒന്നാമത്തെ ഡയൽ 1, രണ്ടാമത്തെ ഡയൽ 3 വീഴാം. ഓക്കെ, 3 വീഴാം. അല്ലെങ്കിൽ അടുത്ത സാധ്യത ഒന്നാമത്തെ ഡയൽ എത്ര തന്നെ? 1 തന്നെ ആയിരിക്കും. രണ്ടാമത്തെ ഡയൽ 4 വീഴാം. പിന്നെ അല്ലെങ്കിൽ എന്താണ്? ഒന്നാമത്തെ ഡയൽ 1 തന്നെ, അപ്പോൾ രണ്ടാമത്തെ ഡയൽ 5 വീഴാം. ഇനി ഒരെണ്ണങ്ങളുണ്ട്. എന്താണ്? ഒന്നാമത്തെ ഡയൽ 1 തന്നെ, രണ്ടാമത്തെ ഡയൽ 6 വീഴാം. അപ്പോൾ ഇത് ഒരു 1 വീഴുന്ന കാര്യം മാത്രമേ ആയുള്ളൂ ഒന്നാമത്തെ ഡയൽ. ഇനി ഒന്നാമത്തെ ഡയൽ 1 അല്ലല്ലോ, 6 സംഖ്യയിൽ ഇതുപോലെ മാറി മാറി വീഴത്തില്ലേ. ഇപ്പം നമ്മൾ 2 മാറ്റിയതുപോലെ 1 2 3 4 5 6 പറഞ്ഞതുപോലെ വീണ്ടും നമുക്ക് എഴുതാം. എങ്ങനെ തുടങ്ങാം? 2 1 2 2 2 3 2 4 2 5 2 6 3 തൊട്ടും തുടങ്ങാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് തുടങ്ങി കുറേ എണ്ണം നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അങ്ങനെ ആകെ എത്ര എണ്ണം എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ എഴുതി നോക്കാനായിട്ട് പോയാൽ നമുക്ക് സമയം നഷ്ടമാണ്. അതുകൊണ്ട് എഴുതി നോക്കേണ്ട കാര്യം ഇല്ല. നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് 2 ഡൈ ഉണ്ട്. അപ്പോൾ ഒരു ഡൈയിൽ എത്ര ഉത്തരം കിട്ടാം? അല്ലെങ്കിൽ ഒരു ഡൈയിൽ എത്ര സംഖ്യകളുണ്ട്? 6 സംഖ്യകളുണ്ട്. അപ്പോൾ 6 ദെൻ ഗുണം അടുത്തത് വീണ്ടും ഒരു ഡൈ തന്നെയാണ്, അതിലും എത്ര സംഖ്യ ഉണ്ട്? 6 സംഖ്യ ഉണ്ട്. അപ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ആൻസർ എത്ര വരും? 36 ഔട്ട്കംസ് ഉണ്ട് അല്ലേ. 36 ആകെ ഫലങ്ങളുണ്ട്. ടോട്ടൽ ഔട്ട്കം 36. അതായത് നമ്മളിങ്ങനെ ബ്രാക്കറ്റുകൾ എഴുതാൻ ശ്രമിച്ചാൽ നമുക്ക് 36 ബ്രാക്കറ്റ് എഴുതാം. അപ്പോൾ 2 കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നിടത്ത് ടോട്ടൽ ഔട്ട്കം കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തേതിനകത്ത് എത്ര എണ്ണം ഉണ്ടോ അതും രണ്ടാമത്തേതിനകത്ത് എത്ര എണ്ണം ഉണ്ടോ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഒരിക്കലും ആഡ് ചെയ്യരുത്, മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ഫേവറായിട്ട് എന്താണെന്ന് നോക്കാം. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഡബ്ലറ്റ്. എന്താ ഡബ്ലറ്റ് എന്ന് പറയുന്നത്? 2 ഡൈയിലും ഒരേ സംഖ്യ വീഴണം. അങ്ങനെയുള്ള ബ്രാക്കറ്റ് എത്ര എണ്ണം ഉണ്ട്? അതെ, 1 1 2 2 3 3 4 4 5 5 6 6. അപ്പോൾ ആകെ 6 ബ്രാക്കറ്റുകളെ ഡബ്ലറ്റ് ആയിട്ടുള്ളൂ അല്ലേ. തുല്യമായിട്ട് വരുന്നത് 6 എന്നുള്ളത്. അപ്പം ഉത്തരം എന്ന് പറയുന്നത് എത്ര വരും? 6 ഡിവൈഡഡ് ബൈ 36 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 36. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 2 എണ്ണം നമ്മൾ എടുക്കും അല്ലേ. 2 ഡ്രോ വരുന്നുണ്ട്. അതാണ് ഈ ടോട്ടൽ ഔട്ട്കം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ രീതിയിൽ ഗുണിച്ച് ഉത്തരം കണ്ടുപിടിച്ചത്. ഓക്കെ, മറ്റൊരു ചോദ്യം നോക്കാം. ഇതേപോലെ തന്നെ when 2 dice are rolled അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ 2 dice ആണ് നമ്മൾ റോൾ ചെയ്യുന്നത്. നമുക്കറിയാം ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് 6 × 6 36. ഓക്കെ, ഇനി നമ്മൾ എന്താ അതിനകത്ത് നമുക്ക് ഫേവറായിട്ട് വേണ്ടത് ദ സം ഓഫ് ഫേസ് നമ്പർ ഈസ് 11. അതായത് ഡൈസ് വീണ് കഴിയുമ്പോൾ അതിലെ ഫേസിൽ വരുന്ന സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ 2 ഡൈയിലെ ഫേസിൽ വരുന്ന സംഖ്യകൾ കൂട്ടിയാൽ 11 വരണം. അപ്പോൾ ഒന്നാമത്തെ ഡൈയിൽ 1 വീണാൽ അടുത്ത ഡൈയെ 10 വീഴണം. പക്ഷേ ഡൈക്കകത്ത് 10 ഇല്ല, 6 വരെ ഉള്ളൂ. അപ്പോൾ എവിടെ മുതൽ വീഴണം? 2 വീണാൽ പറ്റുകയില്ല അല്ലേ, 3 വീണാൽ പറ്റുകയില്ല, 4 വീണാൽ പറ്റുകയില്ല, 5 വീഴാം അല്ലേ. 5 എന്ന് പറയുന്നത് ഒരു സംഖ്യ വീഴാം. 5 ആദ്യത്തെ ഡൈയിൽ 5 വീണാൽ അടുത്ത ഡൈയിൽ 6 വീണാൽ മതി. 6ഉം 5ഉം കൂടെ കൂട്ടിയാൽ 11. ഇനി അല്ലെങ്കിലോ ആദ്യത്തെ ഡൈയിൽ 6 വീഴാം, രണ്ടാമത്തെ ഡൈയിൽ 5 വീണാൽ മതി. അപ്പോൾ എത്ര ബ്രാക്കറ്റേ ഉള്ളൂ? 11 വരുന്ന. കൂട്ടുമ്പോൾ 11 വരുന്ന 2 ബ്രാക്കറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അനുകൂല ഫലം 2 ആണ്.
2/36 എന്ന് ഉത്തരം കിട്ടും. നമുക്ക് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം, അല്ലെങ്കിൽ അവിടെ വരെ നമ്മൾ ഉത്തരം നിർത്തിയാൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം വളരെ നല്ല ചോദ്യമാണ്, പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. There are 2 bowls, 2 പാത്രങ്ങളുണ്ട്. One of which contains the numbers 1, 2, 3, 4. അതിൽ ഒരു ബൗളിനകത്ത് 1 മുതൽ 4 വരെയുള്ള നമ്പേഴ്സും ആൻഡ് the other contains, മറ്റ് രണ്ടാമത്തെ പാത്രത്തിൽ 1 മുതൽ 5 വരെയുള്ള സംഖ്യകളും എഴുതിയിട്ടുണ്ട്. 2 numbers are selected from 2 നമ്പറില്ല 1 നമ്പർ അല്ലേ, 2 ബോക്സിൽ നിന്നും ഓരോ സംഖ്യയാണ് നമ്മൾ ഡ്രോ ചെയ്യുന്നത്. 2 ബൗളിൽ നിന്നും ഓരോ സംഖ്യ വീതം നമ്മൾ എടുക്കുന്നു. ആ ഓരോ സംഖ്യയും എടുത്താൽ അത് രണ്ടും എന്താകണം, ഈവൻ നമ്പർ ആകാനുള്ള പ്രോബബിലിറ്റി എത്ര? അല്ലെങ്കിൽ രണ്ടാമത്തെ ചോദ്യം, രണ്ടും ഓഡ് നമ്പർ അഥവാ ഒറ്റ സംഖ്യയാകാനുള്ള സാധ്യത എത്ര? മൂന്നാമത്തത്, ഒരെണ്ണം ഓടും ഒരെണ്ണം ഈവനും ആകാനുള്ള സാധ്യത എത്ര? അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ടോട്ടൽ ഔട്ട്കം പറയാം അല്ലേ? ഓക്കെ, നമുക്ക് ഓരോന്നിൻ്റെ ടോട്ടൽ ഔട്ട്കം തന്നെ എഴുതിയപ്പം ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, ഒന്നാമത്തെ ചോദ്യം അവിടെ നമുക്ക് വേണ്ടത് ടോട്ടൽ ഔട്ട്കം. അപ്പോൾ ഇവിടെ ബൗളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു 2 കാര്യങ്ങൾ ഇതുപോലെ നമുക്ക് തരുമ്പോൾ, നമുക്ക് എടുക്കാനായിട്ട് 2 കാര്യങ്ങൾ തരുമ്പോൾ രണ്ടിലുമുള്ള എണ്ണങ്ങൾ എത്രയാണോ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ഒന്നാമത്തെ ബൗളിനകത്ത് 4 സംഖ്യകളുണ്ട് ഇൻറ്റു രണ്ടാമത്തെ ബൗളിനകത്ത് 5 സംഖ്യകളുണ്ട്. അപ്പോൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ നമുക്ക് 20 കിട്ടും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നതെല്ലാം 20 ആണ്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഫേവറായിട്ട് വേണ്ട എയുടെ ഫേവർ എന്ന് പറഞ്ഞാൽ രണ്ടും ഈവൻ നമ്പർ ആയിരിക്കണം അല്ലേ, രണ്ടും ഈവൻ ആയിരിക്കണം. അപ്പോൾ നമ്മൾ നോക്കണം ഒന്നാമത്തെ ബോക്സിൽ എത്ര ഈവൻ നമ്പർ ഉണ്ട്. ഒന്നാമത്തെ ബോക്സ് ഇതാണ്, അതിനകത്ത് 2 ഈവൻ നമ്പേഴ്സ് ഉണ്ട്. ദെൻ ഇൻറ്റു അടുത്ത ബോക്സിനകത്തും എടുക്കുന്നത് ഈവൻ ആയിരിക്കണം. അടുത്ത ബോക്സിനകത്ത് ഈവൻ നമ്പർ ഏതാണ്? 2, 4 ഉള്ളൂ. അപ്പോൾ അവിടെയും 2 എണ്ണമേ ഉള്ളൂ. ടോട്ടലി 4 അല്ലേ അനുകൂല ഫലങ്ങളുണ്ട്. അപ്പോൾ 4/20 എന്ന് ഉത്തരം കിട്ടും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ബി ഒന്ന് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ ബി എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ ബി, അവിടെ നമുക്ക് ആകെ ഫലങ്ങളും അനുകൂല ഫലങ്ങളുമാണ് വേണ്ടത്. ആകെ ഫലങ്ങൾ എത്ര തന്നെയാണ്? 20 തന്നെ, അതിന് മാറ്റമില്ല. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ആകെ ഫലം 20 തന്നെയാണ്. അനുകൂലമായിട്ട് വേണ്ടത് എന്താണ്? ഒറ്റ സംഖ്യ വേണം. അപ്പോൾ നമ്മൾ നോക്കിയാട്ടെ, ഒന്നാമത്തെ ബോക്സിനകത്ത് എത്ര ഒറ്റ സംഖ്യകളുണ്ട്? 2 ഒറ്റ സംഖ്യകളുണ്ട് ഗുണം. ഇനി രണ്ടാമത്തേതിനകത്തൊന്നും ഒറ്റ വരണം. രണ്ടാമത്തേതിനകത്ത് 1, 3, 5 3 ഒറ്റ സംഖ്യകളുണ്ട്. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 6 വരും. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 6/20 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, ഇനി സി പാർട്ട്, അതിൻ്റെ സി ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സി എന്ന് പറയുന്നത് അവിടെയും ആകെ ഫലങ്ങൾ എന്ന് പറയുന്നത് എത്ര തന്നെ? 20 തന്നെ. കാരണം 2 ബൗളല്ലേ, ആദ്യത്തെ ബൗളിൽ 4 രണ്ടാമത്തേതിൽ 5 ചേർന്ന് 4 × 5 20. ഇവിടുത്തെ അനുകൂല ഫലം ചെയ്യുമ്പം ശ്രദ്ധിക്കണം എന്താണ്? 1 ഈസ് ഓഡ് ആൻഡ് ദ അതർ ഈസ് ഈവൻ. ഒരെണ്ണം ഓടുമായിരിക്കണം, അടുത്തത് ഈവനുമായിരിക്കണം. ഞാനത് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഇങ്ങനെ എഴുതുന്നു. ആദ്യത്തെ ഞാൻ എടുക്കുന്നത് ഓടാണെന്ന് വിചാരിക്കുക, ഒറ്റയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ അടുത്ത് എടുക്കുന്നത് എന്തായിരിക്കണം? ഈവൻ ആയിരിക്കണം അടുത്ത് എടുക്കുന്നത്. ഇങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. പ്ലസ് അടുത്ത ബ്രാക്കറ്റ് എന്തായിരിക്കാം? ആദ്യം എടുക്കുന്നത് ഈവൻ ആയിരിക്കാം, രണ്ടാമത് എടുക്കുന്നത് ഓഡ്. ഇങ്ങനെയും ഓരോ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ 2 ഓപ്ഷനും കൂടെ നമ്മൾ കണ്ടുപിടിച്ച് ടോട്ടൽ ചെയ്യണം. അവിടെയാണ് നമുക്ക് ഇതിൻ്റെ അനുകൂല ഫലം കിട്ടുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അനുകൂല ഫലം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു, ഒന്നാമത്തതിനകത്ത് ഓഡ് വരണം. അപ്പോൾ എത്ര ഓഡ് നമ്പർ ഉണ്ടോ നോക്കാം. ഒന്നാമത്തിനകത്ത് 2 ഓടുണ്ട്. അപ്പം ബ്രാക്കറ്റിൽ തന്നെ നമുക്ക് എഴുതാം 2 ഇൻറ്റു അടുത്തത് ഈവൻ ആണ് അല്ലേ. അപ്പോൾ രണ്ടാമത്തെ ബോക്സിൽ ഈവൻ എത്ര എണ്ണം ഉണ്ട്? രണ്ടാമത്തെ ബോക്സിൽ ഈവൻ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ആൻസർ 2 ഇൻറ്റു 2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, പ്ലസ് അടുത്ത ബ്രാക്കറ്റ് ഇടുന്നു. അവിടെ ആദ്യത്തെ ബോക്സിൽ എടുക്കുന്നത് ഈവൻ ആണ് അല്ലേ, ഈ ഈവൻ നമ്പർ എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബോക്സിൽ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട്? 2, 4 രണ്ടെണ്ണമേ ഉള്ളൂ. അപ്പോൾ 2 ഇൻറ്റു അടുത്ത രണ്ടാമത്തെ ബോക്സ് എന്ന് വേണ്ടത് ഓടാണ്. അപ്പോൾ രണ്ടാമത്തെ ബോക്സ് ഓട്, എത്ര ഓഡ് നമ്പർ ഉണ്ടെന്ന് നോക്കി? 1, 2, 3 ഓഡ് നമ്പർ ഉണ്ട്. അപ്പോൾ 3.
അത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഈസ് ഈക്വൽ ടു നോക്കാം 2 into 2 4 പ്ലസ് 6 ഇസ് ഈക്വൽ ടു 10 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ 10 ആണ് നമ്മുടെ അനുകൂല ഫലം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ 10 ഡിവൈഡഡ് ബൈ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയായിരുന്നു? ടോട്ടൽ ഔട്ട്കം ഈസ് 20. ദാറ്റ് ഈസ് 10 ഡിവൈഡഡ് ബൈ 20 എന്ന് പറയുന്നതാണ് ഈ ചോദ്യത്തിലെ ഉത്തരം, അഥവാ 1/2 എന്ന് പറയുന്നതായിരിക്കും ഉത്തരം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മുടെ അടുത്ത ചോദ്യം ഇപ്പം നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു ചോദ്യമാണ്. 10A ക്ലാസ്സിൽ 20 ആൺകുട്ടികളും 20 പെൺകുട്ടികളുമുണ്ട്. 10Bയിൽ 15 ആൺകുട്ടികളും 25 പെൺകുട്ടികളുമുണ്ട്. One student is selected. One student is selected from each class. ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോ കുട്ടിയെ വീതം വിളിക്കുന്നു. Both are girls. അപ്പോൾ രണ്ടും പെൺകുട്ടിയാകാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ബോത്ത് ആർ ബോയ്സ്, രണ്ടും ആൺകുട്ടിയാകാനുള്ള സാധ്യത എത്രയാണ്? ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആകാനുള്ള സാധ്യത എത്രയാണ്? നാലാമത്തെ വളരെ പ്രധാനമാണ്. അറ്റ്ലീസ്റ്റ് 1 ബോയ്, കുറഞ്ഞത് ഒരു ആൺകുട്ടിയെങ്കിലും ഉണ്ടാവുക അല്ലെങ്കിൽ വരാനായിട്ടുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് മുമ്പത്തെ പോലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്കൊന്ന് എഴുതാം. നമുക്ക് വേണ്ടത് ആകെ ഫലങ്ങളാണ് നമുക്ക് വേണ്ടത്. നമ്മൾ മുമ്പത്തെ പോലെ ഇവിടെ 10Aയിൽ ആകെ എത്ര കുട്ടികളുണ്ട്? 20 ആൺകുട്ടിയും 20 പെൺകുട്ടിയും കൂടെ ചേർന്ന് 40 കുട്ടികളുണ്ട്. ദെൻ ഇൻറ്റു 10Bയിൽ 15 ആൺകുട്ടികളും 25 പെൺകുട്ടികളുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ചേരുമ്പോഴും 40 വരും. അങ്ങനെ 1600 ഔട്ട്കം ആയിരിക്കും നമുക്ക് ഉള്ളത്. അപ്പോൾ ഇത് കണ്ടുപിടിച്ചത് മനസ്സിലായോ? 10Aയിലെ ആണും പെണ്ണും കൂടെ ചേർന്ന് 40, അതുപോലെ 10Bയിലും ആൺകുട്ടികളും പെൺകുട്ടികളും കൂടെ ചേർന്ന് 40. അങ്ങനെ ടോട്ടലി 40 × 40 1600. ഇനി നമുക്ക് ഒന്നാമത് വേണ്ടതാണ് ബോത്ത് ആർ ഗേൾസ്. നമ്മൾ 2 ക്ലാസ്സിൽ നിന്നും വിളിക്കുന്ന കുട്ടികൾ പെൺകുട്ടികളായിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ ക്ലാസ്സിൽ എത്ര പെൺകുട്ടിയുണ്ട്? 20 ഗുണം രണ്ടാമത്തെ ക്ലാസ്സിൽ എത്ര പെൺകുട്ടിയുണ്ട്? 25. ഇത് തമ്മിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് 25 × 20 എന്ന് പറയുമ്പോൾ 500 കേട്ടോ. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 500 ഡിവൈഡഡ് ബൈ 1600 എന്ന ഉത്തരം കിട്ടും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി കഴിഞ്ഞു. ഇനി അതിൻ്റെ ബി പാർട്ട് നമ്മൾ ചെയ്യുമ്പോഴും അവിടെ നമുക്ക് ആകെ ഫലങ്ങൾ വേണം. ഓക്കെ, ആകെ ഫലങ്ങൾ എന്ന് പറയുന്നത് എത്രയാണ്? 40 × 40 1600. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആകെ ഫലങ്ങൾ ഇനി മാറുന്നില്ല, 1600. ഇനി രണ്ടാമത് വേണ്ടത് അനുകൂല ഫലമാണ് നമുക്ക് വേണ്ടത്, അല്ലേ? അനുകൂല ഫലം നമുക്ക് വേണം. എങ്ങനെ അനുകൂല ഫലങ്ങൾ കണ്ടുപിടിക്കുന്നത്? അനുകൂല ഫലം എന്ന് പറഞ്ഞാൽ രണ്ടും ആൺകുട്ടികളായിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ ക്ലാസ്സിൽ എത്ര ആൺകുട്ടിയുണ്ട്? 20. രണ്ടാമത്തെ ക്ലാസ്സിൽ 15. അപ്പോൾ 20 × 15 അല്ലേ? 20 × 15 ഇസ് ഈക്വൽ ടു 300 എന്ന് ഉത്തരം വരും. അപ്പോൾ പ്രോബബിലിറ്റി എത്രയാണ് വരുന്നത്? 300 ഡിവൈഡഡ് ബൈ 1600 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം എളുപ്പമായില്ലേ? ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സി എന്താണ്? ക്വസ്റ്റ്യൻ സി പറയുന്നത് 1 ഗേൾ ആൻഡ് 1 ബോയ്. അപ്പോൾ നമുക്ക് വേണ്ടത് ആകെ ഫലങ്ങൾ 1600. അതിന് വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. ഇനി അടുത്തെന്ന് പറയുന്നത് ശ്രദ്ധിക്കണം, അനുകൂലം. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഓപ്ഷനാണ്. നമുക്ക് ബ്രാക്കറ്റ് കൊടുക്കാം. ആദ്യം ഞാൻ എഴുതുന്നത് ബോയ് അല്ലേ? ആദ്യം വിളിക്കുന്നത് ബോയ്, പിന്നെ വിളിക്കുന്നത് ഗേളാവാം. അല്ലെങ്കിൽ ഏത് ഓപ്ഷനാണുള്ളത്? പ്ലസ് കൊടുക്കുന്നു. പ്ലസ് കൊടുത്തിട്ട് അടുത്ത ഓപ്ഷൻ ഗേളാവാം, അതിനുശേഷം ബോയ് ആവാം. അപ്പം ഇങ്ങനെയും ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇതിൻ്റെ ഉത്തരം ഇസ് ഈക്വൽ ടു, വീണ്ടും ബ്രാക്കറ്റ് കൊടുക്കുന്നു, ബോയ്. അപ്പോൾ ഒന്നാമത്തെ ക്ലാസ്സിലേക്കാണ് ബോയ് എന്ന് കാണിക്കാൻ നമ്മൾ ആദ്യം ബി. അപ്പോൾ ഒന്നാമത്തെ ക്ലാസ്സിൽ എത്ര ബോയ് ആണ്? 20. അപ്പോൾ 20 ഗുണം രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്ന് ഗേള് വരണം. അപ്പോൾ രണ്ടാമത്തെ ക്ലാസ്സിൽ എത്ര ഗേളാണ്? 25. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. പ്ലസ് അടുത്ത ബ്രാക്കറ്റ് ഇടുന്നു. അടുത്ത ബ്രാക്കറ്റിൽ ആദ്യം കിടക്കുന്ന ഗേളാണ്. അപ്പോൾ ഒന്നാമത്തെ ക്ലാസ്സിലെ ഗേൾ 20 ആണ്. 20 ഗുണം ഇപ്പോൾ രണ്ടാമത്തെ ക്ലാസ്സിലെ ബോയിയുടെ എണ്ണം 15 ആണ്. അപ്പോൾ 15 ബ്രാക്കറ്റ് ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഇസ് ഈക്വൽ ടു 25 ഗുണം 20 എന്ന് പറയുമ്പോൾ എത്ര വരണേ? 500 പ്ലസ് 15 ഗുണം 20 എന്ന് പറയുമ്പോൾ എത്ര വരും?
300. ഇത് തമ്മിൽ നമുക്കൊന്ന് കൂട്ടി നോക്കാം. എത്ര വരും? 800 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പം നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ എത്ര വരും? 800 ഡിവൈഡഡ് ബൈ 1600 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ സി എന്ന് പറയുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം. ഓക്കെ, അടുത്ത് ഡി. ഡി വളരെ സൂക്ഷിച്ച് നമ്മൾ ചെയ്യണം. ഡി എന്ന് പറയുന്ന ചോദ്യത്തിൻ്റെ ആൻസർ, ഓക്കെ, ഡി എന്താണ് പറഞ്ഞിരിക്കുന്നത്? അറ്റ്ലീസ്റ്റ് 1 ബോയ്, അതായത് കുറഞ്ഞ പക്ഷം ഒരു ആൺകുട്ടിയെങ്കിലും വരണം. അപ്പോൾ ഇവിടെ നമുക്ക് ആകെ ഫലം അനുകൂല ഫലമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇവിടുത്തെ ആകെ ഫലം അനുകൂല ഫലം നമുക്ക് ആകെ എത്രയെന്നറിയാം? ആകെ 1600 ഫലങ്ങളുള്ളത് അല്ലേ, ടോട്ടൽ ഔട്ട്കം. അനുകൂലമായിട്ട് വരേണ്ടത് നോക്കുക. നമുക്ക് എന്താ വരേണ്ടത്? കുറഞ്ഞ പക്ഷം ഒരു ആൺകുട്ടിയെങ്കിലും വരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വേണമെങ്കിൽ 2 ആൺകുട്ടികളാകാം, അല്ലെങ്കിൽ ആദ്യം വിളിക്കുന്നത് ആൺകുട്ടിയാകാം, അല്ലെങ്കിൽ രണ്ടാമത് വിളിക്കുന്ന ആൺകുട്ടിയാകാം. ഒരു കാര്യം ഉറപ്പാണ്, ഒരേ സമയം 2 പെൺകുട്ടികളെ വിളിക്കാനായിട്ട് പാടില്ല. അപ്പൊ നമ്മുടെ ആകെയുള്ള ഫലമായ 1600 നിന്ന് 2 പെൺകുട്ടികളെ നമ്മൾ വിളിക്കാനുള്ള അനുകൂല ഫലം കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ? നമ്മുടെ ആദ്യത്തെ ചോദ്യം നോക്കിയാൽ ആദ്യത്തെ ചോദ്യത്തിൽ ബോത്ത് ആർ ഗേൾസ്, 2 പേരും കൂടെ 2 പെൺകുട്ടികളാകാനായിട്ട് 500 ഫലങ്ങൾ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇവിടുത്തെ ഉത്തരം കിട്ടാനായിട്ട് 1600 നിന്ന് എത്ര മൈനസ് ചെയ്യണം? 500. ഈ 500 എന്ന് പറയുന്നത് എന്തുവാ? 2 പെൺകുട്ടികളാകാനുള്ളതാണ്. നമുക്ക് കുറഞ്ഞ പക്ഷം ഒരു ആൺകുട്ടിയെങ്കിലും വരണ്ടേ? അപ്പോൾ 1 ആയാലും കുഴപ്പമില്ല, 2 ആൺകുട്ടിയായാലും കുഴപ്പമില്ല, ഒരു ആൺകുട്ടിയെങ്കിലും ഉണ്ടാവണം. അപ്പൊ 2 പെൺകുട്ടികൾ വരാനുള്ള നമ്മളെ ഫലങ്ങൾ 1600 നിന്ന് നമ്മൾ മൈനസ് ചെയ്യണം. അപ്പൊ എത്ര വരുന്നത്? 1100 വരും അല്ലേ? അപ്പം പ്രോബബിലിറ്റി 1100 ഡിവൈഡഡ് ബൈ 1600 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ ഇതായിരിക്കും നമ്മുടെ ഡി. ഇത് വളരെ രസകരമായിരിക്കുന്ന, വളരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത അറ്റ്ലീസ്റ്റ് 1 ബോയ്, അതായത് കുറഞ്ഞ പക്ഷം ഒരു ആൺകുട്ടിയെങ്കിലും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2 പെൺകുട്ടികൾ ഒരിക്കലും നമ്മൾ വിളിക്കാനായിട്ട് പാടില്ല. അപ്പം നമുക്കുള്ള ആകെ ഫലത്തിൽ നിന്ന് 2 പെൺകുട്ടികളെ സെലക്ട് ചെയ്യാനുള്ള അത്രയും ഔട്ട്കം നമ്മൾ മൈനസ് ചെയ്ത് മാറ്റുക എന്ന് മാത്രമേ അതിനകത്ത് അർത്ഥമുള്ളൂ. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ ഫൈനൽ ആൻസർ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് നമ്മൾ സാധ്യതയെപ്പറ്റി ചർച്ച ചെയ്യുകയായിരുന്നു. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ജ്യാമിതീയ സാധ്യതയും രണ്ടാമത്തെ വീഡിയോയിൽ സാധാരണ രീതിയിലുള്ള സാധ്യത അഥവാ പ്രോബബിലിറ്റി നമ്മൾ ചെയ്തു. ഇത് 2 രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നന്നായിട്ട് പഠിക്കുക. ഒരു ചെറിയ പാഠമാണ് എങ്കിൽ പോലും ഇതിനകത്തും നല്ല ചോദ്യങ്ങളുണ്ടാവാം. അതൊക്കെ നമ്മൾ ചെയ്ത രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് കഴിയട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു. നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.